സർവഗുണസമ്പന്നനായ നളമഹാരാജാവ് സന്ധ്യാവന്ദന സമയത്ത് കാൽ കഴുകിയപ്പോൾ ഉപ്പൂറ്റി നനഞ്ഞില്ല, അതുവഴി കലി പ്രവേശിച്ചിരുന്നു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. ഇതിലൂടെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്, പുരാണത്തിലായാലും പണ്ടായാലും ഇപ്പോഴായാലും നമ്മളുടെ ശുചിത്വം എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾ നോക്കിയിട്ടാണ്. കാലുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഉപ്പൂറ്റി. നമ്മൾ വെയിലത്തും മഴയത്ത് കളിച്ചാലും ചെളി പുരണ്ടാലും പ്രായമേറിയാലും വാർദ്ധക്യത്തിലാണെങ്കിൽ തന്നെ തൻ്റെ എത്ര മെനക്കെട്ടാൽ പോലും തൻ്റെ കാലുകൾ ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടേത് ശുചിത്വമില്ലായ്മയാണ്. ഇതിനു പോലും നമുക്ക് നേരമില്ല, ശ്രദ്ധിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നിടത്ത് ശുചിത്വമില്ലായ്മ തുടങ്ങുന്നതായിട്ട് പണ്ട് കഥകളിലൂടെ ഇപ്പോഴും നമ്മൾ സങ്കല്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കാലിൻ്റെ ശുചിത്വം, കൈകളുടെ ശുചിത്വം കുട്ടികൾക്ക് ചെറുതിലെ തന്നെ കഥകളിലൂടെയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ കൈ കഴുകുമ്പോൾ നമ്മൾ ശുചിത്വം പാലിക്കുമ്പോൾ, നല്ല ആഹാരം കഴിക്കുമ്പോൾ അതിലൂടെ നമുക്ക് നല്ലതുണ്ടാകുന്നു. കാരണം കൈകളിലൂടെയാണ് കൂടുതലും രോഗാണുക്കൾ നമ്മളിലേക്ക് ആഹാരം വഴി പ്രവേശിക്കുന്നത്. കൈകാലുകൾ നിർബന്ധമായി കഴുകുക, 2 നേരം കുളിക്കുക, പല്ല് തേക്കുക, ഇതൊക്കെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുറച്ച് വയസ്സായി കഴിയുമ്പോൾ നമുക്കിത് ശ്രദ്ധിക്കാതെ വരിക എന്ന് പറയരുത്. നമ്മൾ മുതിർന്നവർ കുട്ടികൾക്ക് ഇത് മാതൃകയാക്കി കൊടുക്കുക.